അങ്ങനെ സൂക്ഷ്മദർശിനി കണ്ടു. കുറച്ച് ലേറ്റായി സിനിമ കാണാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്നുമില്ല, കുറേ ലേറ്റായി. കുറേ ദിവസം ബിസിയും കാര്യങ്ങളിലായിരുന്നു, അതുകൊണ്ടാണ് കാണാൻ ലേറ്റ് ആയത്. സിനിമ കണ്ടപ്പോൾ ഒരു ആവറേജ് ഫീൽ എനിക്ക് സിനിമ നൽകിയത്. ഒരു വൺ ടൈം വാച്ചബിൾ വേണമെങ്കിൽ പറയാം. ആ ഒരു ആവറേജിന് ശരിക്കും ഇവരൊക്കെ ഒരു അടിപൊളി കിണ്ണം പടം എന്നെല്ലാം പറഞ്ഞിട്ട് ആക്കായിരുന്നു. ബട്ട് ആ ലെവലിൽ എത്തിച്ചില്ല. അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ കൊണ്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത സാധനമാണ്. സോ അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് മെയിനായിട്ട് ക്യാരക്ടേഴ്സിന് നസ്രിയയും പിന്നെ നമ്മൾ ബേസിൽ ജോസഫുമാണ്. സോ നസ്രിയ കുറേ കാലമായിട്ട് സിനിമയിലും കാണില്ല. സോ മൂപ്പര് ഒരു കംബാക്ക് നമുക്ക് ഈ സിനിമയിൽ കാണാം. മൂപ്പര് പഴയ നമ്മൾ ഓം ശാന്തി ഓശാനും അതിനകത്തെല്ലാം കണ്ട ഒരു ക്രൈസ്നെസ് ആയിട്ടുള്ള ക്യാരക്ടറിനല്ലേ, ആ ഒരു ക്യാരക്ടർ തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും കാണാൻ സാധിക്കുന്നത്. അതേ ഒരു ക്രൈസ്നെസ്, അതേ കളി, ആ ഒരു ടിപ്പിക്കൽ നസ്രി എങ്ങനെയാണോ അത് തന്നെയാണ് ഈ സിനിമയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് മൂപ്പര് ഒരു കളിയും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. സോ സ്ഥിരം പരിപാടി മൂപ്പൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫിൻ്റെ സീരിയസ് മൂഡ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. മൂപ്പര് സീരിയസ് മൂഡ് കാണാൻ പറ്റിയത് എനിക്ക് ഓർമ്മയുള്ളത് ജയ ജയ ഹേ ആണ്. സോ ആ ജയ ജയ ഹേ പോലത്തെ നല്ല ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല ഡാർക്ക് മൂഡിലേക്ക് ഇതിൻ്റെ അകത്ത് നല്ല പോകുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി മൂപ്പര ഒരു സീരിയസ് മോഡൊക്കെ. ഇതിൻ്റെ ഒരു കോമഡി സാധനം കൂടി വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കോമഡി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് പോർഷനിലൊക്കെ വരുമ്പോൾ അത് നല്ല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ തിയേറ്ററിൽ ഒരു നല്ലൊരു ഓളം സൃഷ്ടിക്കാൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. സോ ഭയങ്കര സ്ലോ ആണ് ഈ സിനിമ. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല, അത്രക്കും പക്കാ സ്ലോ ആണ്. ഒരു ഡ്രാമ മോഡിൽ പോകുന്ന സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ബ്യൂട്ടിഫുള്ളായ കാര്യം എന്താ വെച്ചാൽ ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സ്ലോ ആയിട്ടുള്ള സിനിമ അത്രയും നല്ല ഇൻറ്റൻസോടെ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒട്ടും ബോറടിക്കാതെ ഇത് തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചെടുത്താൽ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയ കാര്യം എനിക്ക് ഫീൽ ചെയ്തു. സോ അത്രയ്ക്ക് സ്ലോ പേസിൽ ഈ സിനിമ പോകുന്നത്. തുടക്കം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. തുടക്കത്തിന് ഓരോ ഫസ്റ്റ് സീനൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഫ്ലാറ്റ് മൂഡിലാണ് ഈ സിനിമ മൊത്തം പോകുന്നത്. ഭയങ്കര വലിയ കോരിത്തെരിപ്പിക്കുന്ന സീൻസൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോകുന്നത്. മെല്ലെ ഒരു മിസ്റ്ററിക്കൽ സാധനം വെച്ച് ഇങ്ങനെ പോകുന്ന സാധനമാണ്. സോ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതെ എന്താണെന്ന് കാണാൻ ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. സോ നമുക്ക് ഓൾറെഡി അറിയാം ബേസിൽ ജോസഫാണ് ഇങ്ങനെ ഒരാൾ, അപ്പോൾ നസ്രിയ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അങ്ങനെ നമുക്ക് ഒരു ട്രെയിലർ കണ്ടാൽ തന്നെ പിടി കിട്ടും. സോ ഇവരെന്താണ് സംഭവം, ഇതെന്താ ശരിക്കും നടക്കുന്നത്, എന്താ പരിപാടി എന്ന് നമുക്ക് തിരിയില്ല. അപ്പോൾ ഈ സാധനം ഇങ്ങനെ മെല്ലെ റിവീൽ ചെയ്ത് വരുവാണ് ചെയ്യുക. കുറച്ച് അങ്ങോട്ടേക്കെല്ലാം എത്തുമ്പോൾ അത് നല്ല ഇങ്ങനെ ഒരു പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച് ഇതിൻ്റെ മേക്കിങ്ങാണ്, കിണ്ണം മേക്കിങ്. അതിൻ്റെ എഡിറ്റ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ വാട്സപ്പ് ചാറ്റും വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജസൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളൊരു പരിപാടിയിലുണ്ട്. അത് അധികം അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് സാധനം. സോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഒരു മോഡേൺ സ്റ്റൈലും ഇപ്പോഴത്തെ മോഡേൺ സിറ്റുവേഷനും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെസ്സേജും അവിടുത്തെ വർത്താനമൊക്കെ അതെല്ലാം നല്ല ഇങ്ങനെ ഇത് കാണിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഫസ്റ്റ് ഹാഫ് തന്നെ നല്ല ഇങ്ങനെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു വെച്ച് സസ്പെൻസ് വെച്ച് സാധനം പോകുന്നുണ്ട്. ലാസ്റ്റ് ആ ക്ലൈമാക്സ് എത്തുന്ന പോയിൻ്റ് ഒരു സിനിമ നല്ല ഈ തന്നെ പോകേണ്ടിരും. പിന്നെ ആ ക്ലൈമാക്സിൽ ഈ ഒരു സാധനം റിവീൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലായിട്ട് ഒരു സാധനം ഡൗൺ ആയ പോലെ ഫീൽ ചെയ്ത്. അതായത് നമ്മൾ ഇത്രയ്ക്ക് ഇൻറ്റൻസിറ്റിയിൽ ഈ സാധനം കൊണ്ടുപോയി അതോ ഇത് ഭയങ്കര വലിയ എന്തോ വലിയ സാധനമായിരിക്കും നമ്മൾ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇതെന്താ ഈ ഒരു കാരണമായിരുന്നു നമുക്ക് മനസ്സിൽ തോന്നിപ്പോകും പേഴ്സണലി. സോ എനിക്ക് പേഴ്സണലി ആ ഒരു കാര്യം ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഒരു അബോവ് ആവറേജ് ഫീൽ ഈ സിനിമയിൽ തോന്നിയത്. ആ ഒരു കാരണം എനിക്ക് അത്രക്കും ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. ഓൾറെഡി ചെറിയൊരു പ്രഡിക്റ്റബിലിറ്റിയിലൊക്കെ നമുക്ക് തോന്നും, പക്ഷെ എന്നാലും ആ ഒരു സാധനം അത്രയും പിടിച്ചിരുത്തി വെച്ചിട്ട് ആ ഒരു സീക്വൻസ് റിവീൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സോ അതുകൊണ്ട് എനിക്ക് ക്ലൈമാക്സ് പോർഷൻ ഒന്നും ഈ സിനിമേനെ കുറച്ചും കൂടി ഒരു പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നി. സോ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പെർഫോമൻസ്, ബേസിൽ ജോസഫിൻ്റെ നസ്രീൻ്റെ പെർഫോമൻസ് അടിപൊളി തന്നെ, ഒരു രക്ഷയില്ല. അവരെ പെർഫോമൻസ് വൈസ് കണ്ടിരിക്കാൻ ലെസ്സാണ്. പിന്നെ അത് ബ്ലാക്ക് കോമഡിയെല്ലാം വരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ, അത് നല്ല ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സിദ്ധാർത്ഥ് ഭരൺ ഈ സിനിമയിലുണ്ട്. കിണ്ണം ക്യാരക്ടറാണ് മൂപ്പരെ. ഒരു കോമഡി ഒരു ആ രീതിയിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. നമ്മളെ പ്രമേയത്തിലെല്ലാം ഞങ്ങൾ കണ്ടെയാണ്. സോ മൂപ്പരെ അതിൻ്റെ അകത്തൊരു സീരിയസ് ക്യാരക്ടറാണ്, പക്ഷേ മൂപ്പരെ കളിയും കാര്യങ്ങളും കാണാൻ രസമാണ്. മൊത്തത്തിൽ ഇവർ മൂന്നാൾക്കാരും കൂടി വരുമ്പം നല്ല രസമാണ് സാധനം കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ പെർഫോമൻസ് എനിക്ക് അറിയാലോ. ബേസിൽ ജോസഫും നസ്രീൻ്റെ കോംബോ ഒക്കെ അടിപൊളിയാണ്. അവരെയൊക്കെ നല്ല ഇങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സസ്പെൻസ് മോഡ് വെച്ച് നമ്മൾ ഇൻറ്റൻസിറ്റിയോടെ നമ്മളെ പിടിച്ചെടുത്താൽ ഒരു സിനിമ സാധിക്കുന്നത്. കാരണം എനിക്ക് നല്ല ഇങ്ങനെ ഇഷ്ടപ്പെട്ടു സിനിമ. പക്ഷേ പേഴ്സണലി ഒരു ക്ലൈമാക്സ് പോർഷൻ എനിക്ക് മാറ്റി നിർത്തിയാൽ പേഴ്സണലി നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുമെന്ന് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് പോർഷൻ എനിക്ക് അത്ര വലിയ സമയമായിട്ട് തോന്നിയില്ല. സോ അത്രേ പറയാനോ. ആൻഡ് ഇതിൻ്റെ അകത്ത് മ്യൂസിക്കും അടിപൊളിയാണ്. നമ്മളെ ക്രിസ്റ്റോ സേവിയറാണ് ചെയ്തിട്ടുള്ളത്. പ്രമേയമെല്ലാം കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയിൽ അറിയാലോ. അപ്പോൾ അതേപോലത്തെ ഒരു പരിപാടി ഇതിനകത്തും പിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് നല്ലോണം സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ഒരു ഹൊറർ സീക്വൻസ് പോലത്തെ ഒരു സീനുണ്ട്. ഒറ്റൊരു സീൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിൻഡോ തുറക്കുന്നത്. ആ ഒരു സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് ഭയങ്കര പേടിച്ച് പോയി. ആ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. OTT ഇറങ്ങി അങ്ങനെയാണെന്ന് അറിയില്ല. സോ അങ്ങനത്തെ നല്ലൊരു എഡിറ്റിംഗ് വർക്കുള്ള നല്ലൊരു കിണ്ണ മേക്കിങ്ങുള്ള ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ള ഒരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ടോട്ടൽ നോക്കിയാൽ ഒരു ആവറേജ് മൂവി. സോ കണ്ടിട്ട് എന്തായാലും കണ്ടു നോക്കുക എന്ന് പറയാനുള്ളൂ.